അമേരിക്കയിലെ യുണൈറ്റഡ് ഹെൽത്ത് സിഇഒനെ വെടിവെച്ച ആ ഒരു സംഭവം എന്തിനാണ് ഈ വെടിവെച്ച ആളിനെ എല്ലാവരും ഇങ്ങനെ പൊക്കി പൊക്കി പറയുന്നത്? അയാളെ വെറുതെ വിടണം എന്നൊക്കെയാണ് കുറെ പേര് പറയുന്നത്. എന്താണ് സംഭവം? ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതായത് ഇത്രേ ഉള്ളൂ, നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു, നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ അത് ക്ലെയിം ചെയ്യുന്നു. അപ്പൊ ഈ ഇൻഷുറൻസ് കമ്പനിക്കാർ എന്ത് ചെയ്യും? പല കാരണം പറഞ്ഞിട്ട് നമുക്ക് ഇത് പൈസ തരാതിരിക്കാൻ നോക്കും. അതിനു വേണ്ടിയിട്ടുള്ള കുറെ ലൂപ്പ് ഹോൾസും കുറെ നിയമങ്ങളും അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം പൈസ തരാതിരിക്കാൻ പറ്റുന്നോ അത്രയും പ്രോഫിറ്റ് ആണ് അവർക്ക്. സംഭവം മനസ്സിലായല്ലോ? അപ്പൊ അമേരിക്കയിൽ ഇതേപോലെ ഇൻഷുറൻസ് ഒരു കമ്പനിയാണ് യുണൈറ്റഡ് ഹെൽത്ത് എന്നുള്ളത്. അമേരിക്കയിലെ ഹെൽത്ത് കെയറിനെ കുറിച്ച് അറിയാലോ. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പെട്ടു. അതായത് ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്ക് പൈസ കൊടുത്തിട്ടൊന്നും മുതലാവില്ല അവിടുത്തെ ഹെൽത്ത് കെയർ. അത്രയും കോസ്റ്റ്ലി ആണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെയല്ല, എല്ലാ മേജർ ആൾക്കാർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ യുണൈറ്റഡ് ഹെൽത്തിന്റെ ഈ ഷെയറിന്റെ ഈ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ചാർട്ട് പെട്ടെന്നൊരു കയറ്റമായിരുന്നു അങ്ങോട്ട്. പിന്നീട് അവിടെ നിന്ന് ഹൈ അടിച്ച് ഒരു ലെവലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ഇത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ ബ്രയൻ തോംസൺ എന്ന് പറഞ്ഞിട്ട് ഒരു സിഇഒ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ റേറ്റ് ഉണ്ടല്ലോ, അത് അങ്ങോട്ട് കുത്തനെ കൂട്ടി. 30% അടുത്താണ് റിജക്ഷൻ റേറ്റ് യുണൈറ്റഡ് ഹെൽത്തിന്റെ എന്നൊക്കെയാണ് ഡാറ്റ പറയുന്നത്. അതായത് 30% ആൾക്കാർക്ക് ഇവര് ഓരോ കാരണങ്ങൾ പറഞ്ഞ് പൈസ ഒന്നും കൊടുക്കുന്നില്ല. പൈസ കൊടുത്തില്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു വഴിയില്ല, അവര് മരിക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ ഡിസംബർ 4 രാവിലെ 6 മണിക്ക് ന്യൂയോർക്കിലെ ഒരു സ്ട്രീറ്റിൽ വെച്ചിട്ട് ബ്രയൻ തോംസനെ ഒരാൾ സൈലൻസറൊക്കെ വെച്ചിട്ട് തോക്കൊണ്ട് വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പൊ ആദ്യം ഏതോ റാൻഡോ അറ്റാക്ക് എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത്. അപ്പോഴാണ് ഈ ബുള്ളറ്റ് കേസിംഗ് കിട്ടുന്നത്. ബുള്ളറ്റ് കേസിംഗിൽ ഡിലേ ഡിനൈ ഡിപ്പോസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അത് മീൻ ചെയ്യുന്നത് ഈ ഇൻഷുറൻസ് കമ്പനിയിൽ അകത്തുള്ള ഒരു സംഭവമാണ്. അതായത് ആൾക്കാർക്ക് മാക്സിമം ഇത് കൊടുക്കാതിരിക്കാൻ, പൈസ കൊടുക്കാതിരിക്കാൻ അവർ നോക്കുന്നതിന് ഇവർ പറയുന്ന ഒരു സംഭവമാണിത്. അവിടെ തൊട്ടാണ് ഈ നെറേറ്റീവ് ഒന്ന് ചേഞ്ച് ആയത്. അതായത് ബാറ്റ്മാനൊക്കെ പോലെ ഏതോ വിജിലാൻഡി ഈ സിഇഒനെ വെടിവെച്ച് കൊന്നത് എന്നാണെന്നൊക്കെയാണ് പിന്നീട് ഇങ്ങനെ ഓരോ വാർത്തകൾ വരുന്നത്. അതായത് ഈ സിഇഒന്റെ തോന്നിവാസങ്ങളൊന്നും സഹിക്ക വയ്യാതെ ഏതോ ഇൻഷുറൻസ് കിട്ടാത്ത ആൾ ഇയാളെ വെടിവെച്ച് കൊന്നു എന്നൊക്കെയാണ് വാർത്തകൾ വന്നത്. ആക്ച്വലി അത് സത്യം തന്നെയാണ് ഒരു പരിധി വരെ. ആ സംഭവം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് ഡിസംബർ 9 ലൂയിജി മാഞ്ചിയോനെ എന്ന് പറഞ്ഞിട്ട് 26 വയസ്സുള്ള ഒരു പയ്യനെ ഇവര് മക്ഡൊണാൾഡ്സിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു കോമഡിയാണ്. ഒരു തോക്കും കുറെ മോണോപ്പൊളി മണിയും കുറെ ഫോറിൻ കറൻസിയും ഒരു മാനിഫെസ്റ്റോ ഒക്കെ ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം മൊത്തം ഫേക്ക് ആണെന്ന്. ഇത്രയും ബുദ്ധിയുള്ള ആള് ആരെങ്കിലും ഈ തോക്കൊക്കെ പിടിച്ച് കൊണ്ട് നടക്കും, അത് മക്ഡൊണാൾഡ്സിന്റെ ഉള്ളിൽ. അപ്പൊ അതെന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ഒരുപാട് തിയറീസ് വരുന്നുണ്ട്. ഇതിലൊരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ എക്സിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്പൈനൽ കോഡിൽ പുള്ളി ചെയ്ത ഒരു ഓപ്പറേഷന്റെ ഒരു സംഭവം കാണാൻ പറ്റും. ഇപ്പൊ പുള്ളിയുടെ കേസിലോ അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ടപ്പെട്ട ഏതോ ഒരു കേസിലോ ആർക്കോ ഈ ഒരു ഇൻഷുറൻസ് കിട്ടിയിട്ടില്ല. അതിന്റെ ദേഷ്യം കാരണമാണ് ഈ സിഇഒനെ കൊല്ലാൻ വേണ്ടി പുള്ളി ഇറങ്ങി തിരിച്ചത്. അമേരിക്കയിൽ ഇപ്പൊ മോസ്റ്റ് സെലിബ്രേറ്റഡ് കില്ലറാണ് ഇപ്പോൾ ലൂയിജി. എല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പൊ ലൂയിജി ചെയ്തതെന്നാണ് അമേരിക്കക്കാർ പറയുന്നത്. അപ്പൊ ഇത് നടന്നപ്പോൾ ബാക്കിയുള്ള സിഇഒമാരൊക്കെ പേടിച്ചിട്ട് ഇനി അവർ ഇങ്ങനെ തോന്നിവാസങ്ങളൊന്നും ചെയ്യില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ അതൊന്നും അല്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അമേരിക്കയിൽ ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോഡി ഗാർഡ്സിന്റെ കമ്പനികൾക്കാണ്. എല്ലാ സിഇഒമാരും എക്സ്ട്രാ ബോഡി ഗാർഡ്സിനൊക്കെ ആഡ് ചെയ്യാണ്. അല്ലാതെ അവര് ചെയ്യുന്നതൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വലിയ മാറ്റമൊന്നുമില്ല. എന്നാലും കുറച്ച് പേടി പിടിച്ചിട്ടുണ്ട്. അത് നല്ല തന്നെയാണ്. ഇങ്ങനെ ഓരോ തോന്നിവാസങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഏതെങ്കിലും ലൂയിജി എവിടെന്നെങ്കിലും വരുമെന്ന് അവർക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവും. ഇനി